ശബരിമല ജീവനക്കാർ നടത്തിയ സംശയാസ്പദമായ പണമിടപാടുകളിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. ചെറിയ കാലയളവിൽ ജീവനക്കാർ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം മണി ഓർഡറായി അയച്ചത് 14 ലക്ഷത്തിലധികം രൂപയാണ്. പണത്തിന്റെ സ്രോതസ്സടക്കം അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിൽ ജോലി ചെയ്ത ജീവനക്കാർ നടത്തിയിട്ടുള്ള പണമിടപാടുകളിൽ വലിയ തോതിലുള്ള സംശയങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുള്ളത്. 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ദേവസ്വം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോടാണ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നേരത്തെ വിജിലൻസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിൽ ഏകദേശം 14,08,880 രൂപ അവിടുത്തെ ജീവനക്കാർ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം മണി ഓർഡറായി അയച്ചിട്ടുണ്ട് എന്നതാണ് ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ പണം എവിടെ നിന്നാണ് വന്നത്? അത് ശമ്പളം മാത്രമാകാൻ സാധ്യതയില്ല, മറ്റു പല തരത്തിലൂടെ കിട്ടിയ പണമായിരിക്കും എന്ന നിഗമനമാണുള്ളത്. ഒരു ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസ് നടന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ അടക്കം പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ 25,000-ന് മുകളിൽ പണം അയച്ച ആളുകളെ സ്പോട്ട് ഔട്ട് ചെയ്തിരുന്നു. അങ്ങനെ 5 പേരാണ് അയച്ചത്. അതിൽ ഒരാൾ 1,38,000 രൂപ അയച്ചിരുന്നു, മറ്റൊരാൾ 1,07,000 രൂപ അയച്ചിരുന്നു. കൂടാതെ മറ്റു 3 പേരുമുണ്ട്. ഇവരോട് ഒരു കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് മുൻപാകെ ഹാജരായി ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഹാജരായിരുന്നുമില്ല. ഇതൊക്കെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും അടക്കം സംശയത്തിന് നിഴലിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. കോടതി ഇപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ജോലി ചെയ്ത മുഴുവൻ ആളുകളുടെയും ജീവനക്കാരുടെയും വിശദാംശങ്ങൾ ശേഖരിക്കണം. അതോടൊപ്പം പോസ്റ്റ് ഓഫീസിൽ നിന്നും ബാങ്കുകളിൽ നിന്നും അടക്കം അവർ അയച്ചിട്ടുള്ള പണത്തിൻ്റെ ഇടപാടുകൾ, ട്രാൻസാക്ഷൻ, അതിൻ്റെ വിശദാംശങ്ങളും ശേഖരിക്കണം. ഇതടക്കം വച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരുന്ന മാർച്ച് മാസം 11-ാം തീയതി കേസ് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഒരു ഫോർമൽ കംപ്ലൈൻറ്റ് സന്നിധാനം പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും 3 ആഴ്ചയ്ക്കകം കോടതിക്ക് മുന്നിലേക്ക് വരുന്ന. അതോടൊപ്പം ആ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.